Hi students, welcome back to our next session. In this session, we can discuss about the topic stores control. Stores control is one of the second aspect of material control. The first aspect of material control is purchase control. Then the second one is stores control. This control begins after the purchase control. This is one of the important aspect of material control. Stores control means the control over stores or storage of material. This is the control over material or storage of material. It means that keeping of material purchased under the custody until they are required for consumption. It is the keeping of material purchased under the custody until they are required for consumption. മെറ്റീരിയൽ വാങ്ങുന്നത് മുതൽ കൺസംഷൻ അത് പ്രൊഡക്ഷനിലേക്ക് കൺസ്യൂം ചെയ്യുന്നത് വരെ മെറ്റീരിയലിന്റെ ആ കസ്റ്റഡിയാണ് ആ മെറ്റീരിയലിനെ കീപ്പ് ചെയ്യുക. ദിസ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ ടു കീപ് ദ മെറ്റീരിയൽ പർച്ചേസ്ഡ് അണ്ടർ ദ കസ്റ്റഡി until they are required for consumption. It involves the protection of the stock of material and maintain the up-to-date record of material. Stock of material ne protect ചെയ്യുക as well as keeps up-to-date record of material. മെറ്റീരിയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ റെക്കോർഡുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ മിനിമൈസസ് ദ ലോസസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന് വരുന്ന ലോസസ് ഒക്കെ ഒഴിവാക്കുക. ദിസ് ഈസ് സ്റ്റോഴ്സ് കൺട്രോൾ. വൺസ് അഗെയിൻ, സ്റ്റോഴ്സ് കൺട്രോൾ മീൻസ് കൺട്രോൾ ഓവർ മെറ്റീരിയൽ. ഇറ്റ് മീൻസ് കീപ്പിംഗ് ദ മെറ്റീരിയൽ അണ്ടർ ദ കസ്റ്റഡി until they are used for consumption. It involves protecting the stock of material and up-to-date data records for material and also minimizes the loss of material. Next we have to discuss about there are two types of stores. They are centralized stores and decentralized stores. Types of stores are centralized stores and decentralized stores. We have already learned centralized buying. This is like centralized stores are also like the centralized purchase. നമ്മൾ എങ്ങനെയാണോ സെൻട്രലൈസ്ഡ് പർച്ചേസ് പഠിച്ചത് അതുപോലെ തന്നെയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. അപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വൺ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റേ ഉണ്ടാവുള്ളൂ. സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് മീൻസ് ദർ വിൽ ബി ഓൺലി വൺ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് സ്റ്റോഴ്സ് ഓൾ ദ മെറ്റീരിയൽ ഫോർ വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതാണ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ വൺ സെൻട്രൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. മൊത്തത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ഓൾ മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ആൻഡ് ഇഷ്യൂഡ് ഫ്രം വൺ സ്റ്റോഴ്സ്. എല്ലാ മെറ്റീരിയലും റിസീവ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോഴ്സിലാണ്. റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ. ഇവിടെ നിന്ന് തന്നെയാണ് പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുക. ഒരേ ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഇവിടെയുള്ളൂ. ദെൻ the stores department is in charge of a stores manager or storekeeper. ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഇൻചാർജ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആകുന്ന പേഴ്സൺ ഉണ്ട്, അതാണ് സ്റ്റോഴ്സ് മാനേജർ. Then centralized stores means all materials are stored in one department. All materials are received and issued from one store. This is called a centralized store. The person who is in charge of stores department is called storekeeper or stores manager. There are some advantages of centralized stores. ഇനി ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ടു ഹാവ് ബെറ്റർ സൂപ്പർവിഷൻ ഓവർ സ്റ്റോഴ്സ്. സ്റ്റോഴ്സിന്മേൽ നല്ലൊരു സൂപ്പർവിഷൻ ഉണ്ടാവും. കാരണം ഇവർ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റോഴ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബെറ്റർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ വിൽ ബി ദർ. Then second one, storage space. Enough storage space is available in the centralized stores. നമ്മൾ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അതിനായിട്ട് മാത്രമാണ് നമ്മൾ ഈ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ടു കീപ് ദ മെറ്റീരിയൽ ഇൻ കസ്റ്റഡി, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനഫ് സ്റ്റോറേജ് സ്പേസ് ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതിനു വേണ്ടി സ്പേസ് കളയേണ്ട കാര്യമില്ല. ദെൻ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോഴ്സ്. സ്റ്റോഴ്സിൽ എപ്പോഴും മിനിമം ഇൻവെസ്റ്റ്മെന്റ് മതി. കാരണം നമ്മൾ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും അവിടെ ഉണ്ടാവില്ല. ആഡിക്വേറ്റ് സ്റ്റോക്ക് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് സ്റ്റോർ കീപ്പർക്ക് എപ്പോഴും അതിന്മേൽ ഒരു കൺട്രോൾ ഉണ്ടാവും. ശരിക്കും അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ അധികം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോറിൽ ചെയ്യേണ്ട കാര്യമില്ല.
ദെൻ മിനിമൈസ് സ്റ്റോറേജ് കോസ്റ്റ്. ഇവിടെ ആകെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാ സ്റ്റോഴ്സും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകൾ അതിനുവേണ്ടി സ്പേസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്റ്റോറേജ് കോസ്റ്റ് നമുക്ക് കുറവാണ്. ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ദെൻ റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ കറക്റ്റ് കൺട്രോൾ ഉണ്ട് ആർക്ക്? സ്റ്റോർ കീപ്പർക്ക്. സോ ദേ ക്യാൻ ഇൻഷുർ റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഫോർ ദ പ്രൊഡക്ഷൻ. ദെൻ ഈസി സ്റ്റോക്ക് ടേക്കിംഗ് നമുക്ക് പെട്ടെന്ന് പോസിബിൾ ആണ്. പെട്ടെന്ന് സ്റ്റോക്കുകൾ എടുക്കാൻ പറ്റും. കാരണം ഓൾ ആർ സ്റ്റോർഡ് ഇൻ വൺ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്. സോ ഈസി സ്റ്റോക്ക് ടേക്കിംഗ് ഈസ് പോസിബിൾ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് സ്റ്റോക്ക്. സ്റ്റോർസ് കീപ്പർ ഈസ് ഇൻ ചാർജ് ഓഫ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. സോ ഇറ്റ് എൻഷുർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് സ്റ്റോക്ക്. ഇതിന് മാത്രമാണ് ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് അവർക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റോഴ്സ്. കാരണം സ്റ്റോർ കീപ്പർ ആണ് അതിന്റെ ഇൻചാർജ്. അതുകൊണ്ട് അയാൾക്ക് അതിന്മേൽ ബെറ്റർ കൺട്രോൾ ഉണ്ടാവും. ദെൻ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. ഇനി എന്തൊക്കെയാണ് ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, ഡിലേ അല്ലെ. അപ്പൊ നമ്മൾ പല പ്രൊഡക്ഷൻ സെന്റേഴ്സിലേക്ക് ഗുഡ്സ് എത്തിക്കാനായിട്ട് ഡിലേ വരും, മെറ്റീരിയൽസ് എത്തിക്കാനായിട്ട് ഡിലേ വരും. കാരണം പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അറേഞ്ച് ദ മെറ്റീരിയൽസ് ഓൺ പ്രോപ്പർ ടൈമിലും ഒക്കെ മെറ്റീരിയൽ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പല സെന്റേഴ്സിലായിരിക്കും പ്രൊഡക്ഷൻ നടക്കുക. So delay is the common disadvantage of centralized stores control. The next one, transportation cost is more. കാരണം നമ്മൾ എല്ലാം കൂടി സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടുന്ന് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് സ്റ്റോഴ്സ് എത്തിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഹെവി ആയിരിക്കും. ദെൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ്. കറക്റ്റ് ടൈമിൽ മെറ്റീരിയൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ടൈംലി മെറ്റീരിയൽ ദ പ്രൊഡക്ഷൻ ഷുഡ് ബി സ്റ്റോപ്പ്ഡ്. അപ്പം മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. ദെൻ ഗ്രേറ്റ് റിസ്ക് ഓഫ് ലോസ് ഓഫ് ഫയർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ വൺ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ, ഫയർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെഫ്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളുടെ ഗുഡ്സ് നഷ്ടപ്പെടും. അതേസമയം ഓരോന്നും ഓരോ ലൊക്കേഷനിലാണെങ്കിൽ നമുക്ക് ഈ മൊത്തത്തിലുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. നമുക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ആർ ഓൾസോ മോർ ഇൻ കേസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിൽ നിന്ന് നമുക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം. അപ്പം മെറ്റീരിയൽസ് ലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ ഓവർ ക്രൗഡിങ് ഓഫ് മെറ്റീരിയൽ. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മെറ്റീരിയൽസ് ഓവർ ക്രൗഡഡ് ആയിരിക്കും. കാരണം എല്ലാ മെറ്റീരിയൽസും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ എല്ലാ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെറ്റീരിയലും കൂടി വരുമ്പോൾ അവിടെ ഓവർ ക്രൗഡഡ് ആയിരിക്കും. ദീസ് ആർ ഓൾ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. ദെൻ ഡിസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. ഇനി എന്താണ് ഡിസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്? നമ്മൾ നേരത്തെ ഡിസെൻട്രലൈസ്ഡ് ബൈയിങ് പറഞ്ഞ പോലെ തന്നെയാണ് ഡിസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. ഡിസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻസ് ദെയർ ഓൺ സ്റ്റോഴ്സ് ഫോർ കീപ്പിംഗ് മെറ്റീരിയൽ. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ മെറ്റീരിയൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യും, ചെറിയ ചെറിയ സ്റ്റോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം in which materials are stored in storerooms attached to various production department. ഓരോ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തും അവരുടെ സെപ്പറേറ്റ് സ്റ്റോഴ്സ് ഉണ്ടായിരിക്കും. Each department of production maintain their own stores department. There are several stores room. This is decentralized stores. Then next one is central stores with substores. Central stores with substores. It avoids the limitations of centralized stores and decentralized stores. സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിന്റെയും ഡിസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിന്റെയും ലിമിറ്റേഷൻസ് അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ. Under this system, there will be a central store near the receiving department and a number of substores are attached to each production department. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ വേരിയസ് സബ് സ്റ്റോഴ്സ് ഉണ്ട്. ഇപ്പൊ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പാസ്ഡ് ടു ദി സെൻട്രൽ സ്റ്റോർ. അപ്പൊ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ ഗുഡ്സ് പോകുന്നത് സെൻട്രൽ സ്റ്റോറിലായിരിക്കും. ഈ സെൻട്രൽ സ്റ്റോറിന്റെ അണ്ടറിൽ വേരിയസ് സബ് സ്റ്റോഴ്സ് ഉണ്ട്. ദെൻ അവിടെ ഈ സബ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തും ഓരോ ചെറിയ ചെറിയ സ്റ്റോറുകളുണ്ട്, അതാണ് സബ് സ്റ്റോഴ്സ്. അപ്പോൾ എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആർ ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ സ്റ്റോർ ടു ദി സബ് സ്റ്റോഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പീരീഡ്. അപ്പോൾ ഓരോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, ഇയർലി ആയാലും മന്ത്ലി ആയാലും, ഓരോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓരോ മന്ത്ലിയും
സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് മെറ്റീരിയൽ സെൻട്രൽ സ്റ്റോർ സബ് സ്റ്റോഴ്സിന് ഇഷ്യൂ ചെയ്യും. ആ പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പീരീഡിന്റെ അവസാനത്തിൽ അത്ര തന്നെ വീണ്ടും ഇഷ്യൂ ചെയ്യും. അങ്ങനെ കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓരോ മന്ത്സും അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. സെൻട്രൽ സ്റ്റോർ സബ് സ്റ്റോഴ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ അതാത് മാസങ്ങളിൽ അല്ലെങ്കിൽ അതാത് പീരീഡുകളിൽ ബിഗിനിങ്ങിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നു. അതിനുശേഷം അത് കഴിയാൻ കണ്ട് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡിലും ഇത്ര തന്നെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ കൊടുക്കുന്നു. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പറയുക സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോഴ്സ്. ഒരു സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, സെൻട്രൽ സ്റ്റോർ ഉണ്ടായിരിക്കും, അതിന്റെ അണ്ടറിലുള്ള വേരിയസ് സബ് സ്റ്റോഴ്സ് ഉണ്ടായിരിക്കും. സബ് സ്റ്റോഴ്സ് ലൊക്കേറ്റഡ് അണ്ടർ ഡിഫറെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ പീരിയഡിന്റെ ഫസ്റ്റില് സെൻട്രൽ സ്റ്റോർ സബ് സ്റ്റോഴ്സിന് കൊടുക്കുന്നു. അത് കഴിയാൻ കണ്ട് നെക്സ്റ്റ് ലോട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തെ പറയുന്ന മറ്റൊരു പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ്. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ്. Then we have to discuss about the functions of storekeeper. Storekeeper is in charge of stores department. He has the duty to store all the material received. ഇനി ആ സ്റ്റോർ കീപ്പറുടെ ഫങ്ഷൻസ് ആണ് ടു റിസീവ് ദ മെറ്റീരിയൽ ഫ്രം ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ്. റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെറ്റീരിയൽസ് റിസീവ് ചെയ്യാം. ദെൻ ക്ലാസിഫൈ ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം അക്കോർഡിംഗ് ടു ദി നേച്ചർ, സൈസ് എക്സെട്ര. ആ മെറ്റീരിയലിന്റെ നേച്ചറും സൈസും ഒക്കെ അനുസരിച്ച് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. To classify the material according to the nature, size, price, etc. അതിന്റെ നേച്ചർ, അതിന്റെ പ്രൈസ്, അതിൻ്റെയൊക്കെ ബേസിൽ അതിനെ തരംതിരിക്കുക. അതാണ് ടു ക്ലാസിഫൈ മെറ്റീരിയൽ. ടു സ്റ്റോർ മെറ്റീരിയൽ ഇൻ പ്രോപ്പർ പ്ലേസസ്. ഓരോ മെറ്റീരിയലും അതാത് സ്ഥലങ്ങളിൽ കീപ്പ് ചെയ്യുക. ടു കീപ്പ് മെറ്റീരിയൽ ഇൻ സേഫ് കസ്റ്റഡി. അതിന് ലോസ് ഓഫ് ഫയറോ അങ്ങനെ ഒന്നും വരാതെ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുക. ടു കീപ്പ് സ്റ്റോഴ്സ് നീറ്റ്ലി. വളരെ നീറ്റായിട്ട് ആ സ്റ്റോഴ്സ് കീപ്പ് ചെയ്യാം. പ്രൊട്ടക്ട് മെറ്റീരിയൽ ഫ്രം മോയ്സ്ചർ, ഫയർ, തെഫ്റ്റ്, ഇൻസെക്ട്സ് എക്സെട്ര. മെറ്റീരിയലിനെ മോയ്സ്ചർ ഒന്നും വരാതെ, ഫയർ ഒന്നും വരാതെ, അതല്ലെങ്കിൽ തെഫ്റ്റ് നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ, അതല്ലെങ്കിൽ ഇൻസെക്ട് ബൈറ്റിൽ നിന്നൊക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാം. ദെൻ ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ. മെറ്റീരിയൽ കഴിയാൻ കണ്ട് അതാത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാം, റിക്വസിഷൻ കൊടുക്കുക. ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ. മെറ്റീരിയൽ കഴിയാൻ കണ്ട് ഓരോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുകൾക്കും അതിന്റെ റിക്വസിഷൻ കൊടുക്കുക. ടു ഇഷ്യൂ മെറ്റീരിയൽ. പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുക സ്റ്റോറിൽ നിന്ന്. ടു റെസ്ട്രിക്ട് ദ എൻട്രി ഓഫ് അൺഓതറൈസ്ഡ് പേഴ്സൺസ് ഇൻ ടു സ്റ്റോർ. സ്റ്റോറിലേക്കുള്ള ആളുകളുടെ എൻട്രി റെസ്ട്രിക്ട് ചെയ്യുക. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ, അത് പുറമേ നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അവിടെ തടയുക സ്റ്റോറിലേക്ക് വരുന്നത്. ദെൻ ടു മേക്ക് പ്രോപ്പർ റെക്കോർഡ്സ്. സ്റ്റോഴ്സിനെ പറ്റി പ്രോപ്പർ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. Then to make periodical verification of stocks. ഓരോ പീരിയഡിലും നമ്മൾ ആ സ്റ്റോക്കിനെ വെരിഫൈ ചെയ്യുക. താങ്ക് യു ഓൾ.